ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ ഔസുക്കുട്ടൻ്റെ ചിരിയും കളിയും കേട്ട് എണീറ്റു. ഔസുക്കുട്ടനെ പാമ്പറൊക്കെ മാറ്റി മുഖം കഴുകി തുടച്ചു. അപ്പം അങ്ങനെ ഔസു ഫീഡിങ്ങിന് റെഡിയായി. ഇതാ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കുഞ്ഞ് ഇറങ്ങി അമ്മമ്മേനെ ഒന്ന് കാണാനായിട്ട് പോയി. അപ്പോൾ ഔസുക്കുട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഔസുക്കുട്ടനുമായിട്ട് ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞ് അവൾ തിരിച്ചു വന്നു. പിന്നെ അവളുമായിട്ട് കുറച്ച് നേരം ഞാൻ കളിച്ച് അവൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഔസുക്കുട്ടൻ്റെ അടുത്ത് പോകണം. അങ്ങനെ ഞങ്ങൾ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ അവൾ കുറച്ച് നേരം ഔസുക്കുട്ടൻ്റെ കൂടെ കളിച്ചു. അതിന് മുന്നേ ഞങ്ങൾ ബെഡൊക്കെ വിരിച്ച് ബെഡൊക്കെ ഒന്ന് ടൈഡിയപ്പ് ആക്കിയിട്ട് ഔസുക്കുട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും. ഔസുക്കുട്ടൻ്റെ തലേണയൊക്കെ വെച്ച് സേഫാക്കി കിടത്തിയിട്ട് കുഞ്ഞിനെ ബ്രഷ് ചെയ്യിക്കാൻ പോയി. കുഞ്ഞ് ടീത്തിങ് തുടങ്ങിയപ്പോൾ തൊട്ട് കുഞ്ഞൊക്കെ ഞാൻ ബ്രഷ് ചെയ്യിക്കും. കാരണം അവൾക്കതൊരു ഡെയിലി റുട്ടീൻ ആവുകയാണെങ്കിൽ പിന്നെ അതങ്ങ് ഫോളോ ചെയ്തോളും. ഇത് പ്രൈമറി ടീത്ത് ആണെങ്കിൽ അതൊന്നും സേവാക്കി വെക്കുവാണെങ്കിൽ അവർക്കൊരു പ്രായം വരെ ഈ കേരീസ് ഒന്നും വരത്തില്ലല്ലോ. അങ്ങനെ എൻ്റെ ബ്രഷിങ്ങിൻ്റെ ടൈം ആകാറായി. കുഞ്ഞിൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്ത് എനിക്ക് ബ്രഷ് ചെയ്യണം. അങ്ങനെ പിള്ളേരെ കഴിഞ്ഞ് എൻ്റെ ടൈമും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നു. ഞാൻ എണീക്കുമ്പോൾ കുറച്ച് താമസിക്കും. പക്ഷേ അമ്മ രാവിലെ എണീറ്റിട്ട് അമ്മ ഇതൊക്കെ ചെയ്യും. അമ്മയുടെ എപ്പോഴും ഞാൻ പറയും ചെയ്യരുതെന്ന്. പക്ഷേ അമ്മ അത് ചെയ്തിട്ടേ അമ്മ ഇരിക്കുകയുള്ളൂ. അമ്മ അതിനിടയ്ക്ക് കഴിച്ചിട്ട് പോയി. അപ്പോൾ ആദ്യമേ അവൾ തന്നെ കുറച്ച് സമയം കഴിക്കും. പക്ഷേ അത് അവൾ അത്രേ കഴിക്കുകയുള്ളൂ. അവൾക്കതൊരു ശീലമായിപ്പം. അവൾ പിന്നെ അവിടുത്തെ ഒരു 11 മണിയാകുമ്പോൾ പിന്നെ അവൾക്ക് ഞാൻ കൊടുക്കണം. അങ്ങനെ കുഞ്ഞയ്ക്ക് ഞാൻ കഴിക്കാനായിട്ട് എടുത്തു കൊടുത്തിട്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ അത് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കപ്പ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ അനിയൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞു. പ്ലേറ്റൊക്കെ കഴുകി വെക്കാൻ വേണ്ടി ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് പ്ലേറ്റൊക്കെ കഴുകി വെച്ചു. എല്ലാം ബോക്സിലാക്കി. എന്നിട്ട് അടുത്ത പണി കുഞ്ഞിയുടെ മുടി എന്നും കെട്ടി വെച്ച് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അത് പഴയ പടിയാവും. പക്ഷേ അത് കെട്ടി വെച്ചില്ല എനിക്കൊരു സമാധാനവും ഇല്ല. അത് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ ഇനി അടുത്ത പരിപാടി എന്നാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.